ഉറങ്ങിയില്ലേ? ഉറങ്ങിയതാ. കുഞ്ഞാച്ച ഉറങ്ങിയില്ലേ? എനിക്ക് വയ്യ, മേലാകെ ഒരു തരിപ്പാ. ഇന്നത്തെ കുറച്ചധികം ഓവറായിട്ടുണ്ട് അതിൻ്റെയാ. നീ കിടന്നു. നീ ഉറങ്ങിയോന്ന് നോക്കാൻ വന്നയാ ഞാൻ. ഇല്ല, ഇവിടെ കിടക്ക്. ഉറങ്ങിക്കോ. നിന്റെ തണുപ്പില്ലാത്തത് കൊണ്ടാണ് ഇത്ര നേരം എനിക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നത്. നീ എന്നെ വിട്ടു പോവല്ലേ? അപ്പു, നീ ഉറങ്ങ്. നമുക്ക് നാളെ സംസാരിക്കാം. ചുമ്മാ വീണ്ടും ഇനി അടിയാക്കണ്ട. ഏയ് സീനിയർ. ആ, വന്നോ? ഇന്നലെ എന്താ ഫോൺ കട്ടാക്കിയേ? ആ, അതപ്പു വന്നു. അവൻ ഇന്നലെ സീനിയറിനെ തല്ലിയല്ലേ. സോറി. ഏയ്, അത് വിടടോ. ഇങ്ങനെ പോയാ അവൻ എനിക്ക് നല്ലോണം പാരയാകും. ഓ, ഇപ്പൊ പാരല്ലാത്ത പോലെ. ഇങ്ങനെയാണെങ്കിൽ നൈറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പുറത്തുനിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈവനിങ് കാണാം. ഇന്ന് തൊട്ട് ഞാൻ ഹോസ്റ്റലിലാണ്. അതെന്താ ഹോസ്റ്റൽ? ഫ്രണ്ട്സൊക്കെ എവിടെയാണ്, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ. ഓ, അങ്ങനെ. അല്ല, ഈ കോളേജ് ഡേക്ക് മേധയുടെ സോങ് പെർഫോമൻസ് ഉണ്ടല്ലേ? ആ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചപ്പോൾ കേറാന്ന് വെച്ചു. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അപ്പവും പെർഫോം ചെയ്യുന്നുണ്ട്. ഓ, അപ്പുവൊക്കെ പാട്ട് പാടുവോ? ആ, പിന്നില്ലാതെ. എന്നെക്കാളും നല്ല അടിപൊളിയായിട്ട് അപ്പു പാട്ട് പാടും. സീനിയർ, ഞാൻ പോകുക. ബൈ, ഈവനിങ് കാണാം. അപ്പു, എന്താ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? അപ്പു, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? എന്താ? നീ ആദ്യം ആ വലിയൊന്ന് നിർത്തി, എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്. കേക്കുന്നുണ്ട്, പറ. അല്ല, മേധ ആ പഴയ ലൈബ്രറിയിലുണ്ട്. ഓ, സീനിയറിനെ വിട്ടോ? ഇനി ആരുടെ കൂടെയാണോ എന്തോ. അപ്പു, എന്നാ നമുക്ക് ഈവനിങ് കാണാം. ബൈ. ഡി മേധ. എന്താ? നീയാണോ എന്റെ അസൈൻമെന്റ് നശിപ്പിച്ച്? ആ അതെ, എന്തേ? ഡി പുള്ളി, എന്താടി കോപ്പേ? ഞാൻ എത്ര ടൈം എടുത്ത് ചെയ്താന്നറിയോ നിനക്ക്? കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന പോലെ എളുപ്പമല്ല ഇത്. ആ, ആരുടെ കൂടെയാടി ഞാൻ? ഞാനാണോ അഴിഞ്ഞാടിയത്? അതേടി, നീ തന്നെയാ. എനിക്കറിയാം നീ അങ്ങനെയാണെന്ന്. ഞാൻ കണ്ടതാ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നീ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് പോകുന്നത്. കണ്ടവന്മാരുടെ കൂടെ കിടന്നതിനല്ലേ പിന്നെ നിനക്ക് എന്ത് കിട്ടാനാടി അത്? ഡീ, ഇത് നാദുവുമേ പറയിപ്പിക്കാനായിട്ട് ഉമ്മച്ചി നേരത്തെ പോയത് ഒരു കണക്കിന് നന്നായി. ഇല്ല ഇതൊക്കെ കണ്ട് ചങ്ക പൊട്ടി ചത്താന്. ആ, മതി മതി, നിർത്തടി. അല്ല അപ്പാ, നമുക്ക് പോവാം. മേധ, മതി, നിർത്ത്. അല്ലേലും ഞാൻ പോകുക. നിന്നെ പോലെ പിഴച്ചവളമാരോടൊന്നും സംസാരിക്കാൻ ഞാനില്ല.
ഡീ എന്താടീ കേട്ടതൊക്കെ? ഞാൻ എന്താ? അല്ല അല്ല പറഞ്ഞത് എല്ലാരും അറിഞ്ഞാണോ അല്ലേ? ആ, അറിഞ്ഞു. നീ എന്തിനാ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയത്? അത് ഡേറ്റ് കിട്ടിയപ്പോ ഞാനൊരു ഡൗട്ട് തോന്നി വാങ്ങിയതാ. എന്നിട്ടെന്തായി? അതാ ഞാൻ ചോദിക്കുന്നേ. നെഗറ്റീവാ. പോട്ടെ. എന്റെ കുഞ്ഞാറ്റേ, നീ ഇങ്ങനെ കരയല്ലേ. ഡാഡി അറിഞ്ഞ അറിഞ്ഞാലെന്താ? എല്ലാരും എന്നെ ചീത്തയായി കാണില്ലേ. ഡാഡിയോടൊക്കെ ഞാൻ ഇനി എന്ത് പറയും? അപ്പൊ ആല അവളെന്നെ പിടിച്ചവളേന്ന് വിളിച്ചു. ആണോ? എങ്ങോട്ടാ അപ്പൊ? നീ വാ. ഹലോ എവരിവൺ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പ്രെഡ് ആയിട്ടുള്ള ന്യൂസ് ആണല്ലോ ദോ എന്റെ കുഞ്ഞാച്ച പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചത്. ശരിയാണ്, അവളത് വാങ്ങിച്ചു. അവളത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്തായി എന്ന് എല്ലാവർക്കും അറിയണോ? പറയാം. അതിന്റെ റിസൾട്ട് നെഗറ്റീവാണ്. അതായത് കുഞ്ഞാറ്റ പ്രഗ്നന്റ് അല്ല എന്ന്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇവൾ അതും ശരിയാ. അതിന്റെ കാരണക്കാരൻ ഇവിടെയുണ്ട്. അത് മറ്റാരുമല്ല, അവളുടെ ഈ കൈ പിടിച്ചു നിൽക്കുന്ന ഈ ഞാൻ തന്നെയാണ്. ഇത് തന്നെയാണ് സത്യം. ഇനി ആരേലും ഇവളെന്തേലും പറഞ്ഞോണ്ട് വന്നാ അല്ല ഇപ്പൊ എന്തായി? ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ ശരിയല്ലാന്ന്, സ്വന്തം പെങ്ങളെ പോലും. എന്നിട്ടോ അത് വിളിച്ചു പറയാൻ അവന് ഒരു മടിയുമില്ല. അവനെ മാത്രം എന്തിനാ പറയുന്നേ? അവള് മാത്രം നല്ലതൊന്നും അല്ല. ഹലോ സർ, ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ നീ എന്തായി വിളിച്ചു പറഞ്ഞേ? നിനക്കെന്താ ബോധമില്ലേ? ഞാനുള്ളത് തന്നെയല്ലേ പറഞ്ഞേ. ശരിയാണ്, ബട്ട് നീ എന്റെ ബ്രദറാണ്. എല്ലാരും എന്നെ എത്ര മോശമായിട്ടായിരിക്കും കാണുന്നത്. എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോ ശരിക്കും പഴിച്ചവളാ. അതിന് ഞാൻ നിന്നെ അങ്ങ് കിട്ടും. അപ്പോ തീർന്നല്ലോ. അപ്പോ നിനക്ക് എന്താ? അതൊന്നും നടക്കില്ല. അതെന്താ നടക്കാത്തെ? ഇപ്പോ സെയിം ജെൻഡറിലുള്ളവർ തന്നെ വിവാഹം കഴിക്കുന്നു. പിന്നെയാണോ ഇത് നടക്കാത്തത്? ഇത് നടക്കില്ല. നീ എന്റെ ബ്രദറാണ്. ഇങ്ങനെ വല്ല സംഭവിച്ച ഡാഡ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണ്. ഡ്രഗ്സ് യൂസ് ചെയ്തപ്പോ ബോധമില്ലാതെ ചെയ്തു പോയതാ. അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇതുവരെ നടന്നതൊക്കെ വെറും ഡ്രഗിന്റെ പുറത്തായിരുന്നോ? പറാടി പുല്ലേ. എന്നാൽ എനിക്കങ്ങനെയല്ല. ഇത് തുടങ്ങുമ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതെളുപ്പമല്ല എന്ന്. ഇനി എന്ത് വന്നാലും നിന്നെ ഞാൻ എന്റേതാക്കും. നീ വാ, വീട്ടിൽ പോവാം. രണ്ടും ഒന്നവിടെ നിന്നേ. എന്താ ഡാഡാ? ഡാഡാ, എന്തിനവളെ തല്ലുന്നേ? എന്റെ മോളെ ഞാൻ ചിലപ്പോ തല്ലും, ചിലപ്പോ കൊല്ലും. മേധാ, എന്താന്ന് വെച്ചെടുത്തോ. ഇനി ഇവിടെ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവളെ എവിടേക്കാ പറഞ്ഞു വിടുന്നേ? അറിഞ്ഞിട്ടെന്തിനാ? ഇനി നീ ഇവളെ കാണില്ല. മേധാ, കേറിപ്പോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? പിന്നെ അതാര് പറയണം? അവളെന്റെ മകളാണേൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കും, അവളതനുസരിക്കും. അവളെന്റെ പെണ്ണാണ്. നിങ്ങൾ നാദുമേ സ്നേഹിച്ച പോലെയല്ല. അതിന് നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയോ? എന്റെ പെണ്ണിനെ എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ ഞാൻ പ്രതികരിക്കും. അവൾ എങ്ങനെ നിന്റെ പെണ്ണാകും? വല്ലതും വലിച്ചു കയറ്റി അവളുടെ മേലെ കയറിയ അവള് നിന്റെ പെണ്ണാവില്ല. പിന്നെ എന്റെ നാദുവിനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നിന്നെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ഈ കാര്യത്തിൽ നല്ല ബോധമുണ്ടായിരുന്നു. നല്ല ബോധത്തോടെ തന്നെയാ ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ. നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാനിട്ടല്ല, സ്വന്തം മോനായി സ്നേഹിച്ചു പോയതുകൊണ്ടാ. ഓ, കൊല്ല്.
അപ്പോഴേ കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ ഒരാൾ ഇല്ലായിരുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെയും കൊണ്ട് സുഖമായി ജീവിക്കായിരുന്നല്ലോ. എന്തേ ടൈം വൈകിട്ടില്ല? കൊല്ലെന്നെ. നിർത്ത്, ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോളാം. ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വേറെ ആളുടെ മേലെ കയറാൻ ഞാൻ നിന്നിട്ടില്ല. അപ്പു, ഇനി എൻ്റെ മോളുടെ അടുത്ത് നിന്നെ കണ്ടുപോകരുത്. ഞാൻ അവളുടെ അടുത്ത് വരും. ഇല്ലാന്ന് വെച്ചാ അപ്പു മരിച്ചു. നിങ്ങൾ സ്നേഹിച്ച പോലെ നിങ്ങൾക്ക് അറിയിക്കാൻ 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 അറിയാം.